നമസ്കാരം. അക്ഷയ തൃതീയ ദിനത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, അന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നൊക്കെയാണ് ഇന്ന് പറയുന്നത്. ലക്ഷ്മി നാരായണ പ്രാർത്ഥന നടത്തുന്നതിനും ഈശ്വര സേവ നടത്തുന്നതിനും വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അക്ഷയ തൃതീയ. ഈ ദിവസം എന്ത് നന്മ ചെയ്താലും അക്ഷയപാത്രം പോലെ ധാരാളമായി അതിന് ഫലം ലഭിക്കുന്നു എന്നാണ് വിശ്വാസം. അക്ഷയ തൃതീയ ദിനത്തിൽ ഗുരുവായൂർ അമ്പലദർശനം നടത്തുന്നതും ലക്ഷ്മി നാരായണ സങ്കല്പത്തിലുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അവിടെ ഇരുന്ന് നാരായണ നാമങ്ങൾ, ലളിതാ സഹസ്രനാമം, കനകധാര തുടങ്ങിയവ ജപിക്കുന്നതും ദേവീ മാഹാത്മ്യം വായിക്കുന്നതും അത്യുത്തമമാണ്. കുടുംബക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ഉത്തമമാണ്. അന്നേ ദിവസം ചെയ്യുന്ന നന്മകൾ വർഷാന്തരങ്ങളോളം നമുക്ക് ഫലം നൽകുന്നു എന്നാണ്. അതിനാൽ ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ അന്ന് ചെയ്യുക. ദാനം ചെയ്യുന്നത് ഉത്തമമായ കാര്യമാണ്. ഗോദാനം, ഭക്ഷണം, വസ്ത്രം, എള്ള്, എണ്ണ തുടങ്ങിയവ ദാനം ചെയ്യുന്നത് അതിശ്രേഷ്ഠമാണ്. ഒരാൾക്കെങ്കിലും ഭക്ഷണം നൽകാൻ സാധിച്ചാൽ അതുതന്നെ പുണ്യമായി കരുതാം. അന്നേ ദിവസം ദുഷ്ചിന്തകളൊന്നും ഇല്ലാതെയിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക, ആരെയും കുറ്റം പറയാതിരിക്കുക, ആരെയും നിന്ദിക്കാതിരിക്കുക, തെറ്റായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, ഇവയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അക്ഷയ തൃതീയ ദിനത്തിൽ ദാനം, പ്രാർത്ഥന, സൽക്കർമ്മങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ സുകൃതം നേടാൻ ഈ ദിവസം ചെയ്യുന്ന നന്മകൾ ഫലം നൽകുന്നു.